1.5 പതിറ്റാണ്ടോളം നീള കാത്തിരിപ്പിന് വിരാമമിട്ട് കോഴ ജംഗ്ഷൻ വികസനത്തിന് തുടക്കം കുറിച്ചു. മോൻസ് ജോസഫ് എംഎൽഎയുടെ ശ്രമഫലമായി UDF സർക്കാരിന്റെ വലിയ നേട്ടമായാണ് കോഴ ജംഗ്ഷൻ വികസനത്തിന് വ്യാഴാഴ്ച വൈകുന്നേരം തുടക്കമിട്ടത്. വികസന പരിപാടികളുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എംഎൽഎ നിർവഹിച്ചു. മുൻപ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് VK രാജൻ മന്ത്രിയായിരുന്നപ്പോഴാണ് കോഴ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും കാര്യമായ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലെത്തിയ UDF സർക്കാരും ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ നടത്തിയെങ്കിലും കാര്യമായ വികസന മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മോൻസ് ജോസഫ് എംഎൽഎയുടെ ശ്രമഫലമായാണ് നടപടികൾ വിജയം കണ്ടിരിക്കുന്നത്. ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സീഡ് ഫാമിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നിന്ന് സ്ഥലം ഏറ്റെടുത്ത് കോഴ ജംഗ്ഷനിലെ അപകട വളവ് നിവർത്തുന്നതാണ് പ്രധാനമായും ഉള്ള നടപടി. എന്നാൽ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സീഡ് ഫാമിന്റെ കിണർ നശിപ്പിക്കാതെ തന്നെ സംരക്ഷിക്കുമെന്ന വ്യവസ്ഥയും പൊതുമരാമത്തും കൃഷി വകുപ്പും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. KSTBയുടെ റോഡ് വികസനം വന്നാൽ മാത്രമേ കോഴ ജംഗ്ഷൻ വികസനം പരിപൂർണമായി കരഗതമാകൂ. എന്നാൽ ഇപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യം ലഭ്യമാകുന്നതിനും ജംഗ്ഷന്റെ മുഖച്ഛായ നേരിയ രീതിയെങ്കിലും മിനുക്കിയെടുക്കുന്നതിനും പുതിയ വികസനം നേട്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MN തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി ബാബു, വിവിധ ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്ന നിലയിലാണ് ഇവിടെ വികസന പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ജനകീയ ആവശ്യത്തിൻ്റെ സാക്ഷാത്കാരം, അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒരു ചെറിയ ചടങ്ങെങ്കിലും വേണം എന്ന നിലയിലുള്ള ഒരു പൊതാഗ്രഹമുണ്ട്. ജനപ്രതികളും നാട്ടുകാരും പൊതുവെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടനുബന്ധിച്ചാണ് ഇതുപോലെ ഒരു ചെറിയ ചടങ്ങ് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ലളിതമായ നിലയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്.